Good morning. Good morning, ma'am. Good morning, Miss. Good morning. Okay, we can start. Are a prayer are. ഞാൻ പ്രാർത്ഥിക്കാം. Oh God, thank you for this new day. Help us to think of other. Help us to stay kind words. Help us to do our best. Thank you. Miss, a thought for the day ഞാൻ പറഞ്ഞോട്ടെ. Good morning all. The greatest gift we can give our children are the roots of responsibility and the wings of independence by Maria Montessori. Thank you. ഞാൻ സൈൻ ഇൻ ചെയ്യാം. Good morning, everyone. Beginning a new day, new thoughts, new decisions, new dreams, new actions, and new journeys. All the very best for all for your futures. And this is today Jisha ma'am's class, and I loudly welcome to ma'am for today class and our technical teams and my lovable friends. Once again, good morning, and wish you have a nice day for all. And it's me, Gina, signing in. Okay. So most probably next week നിങ്ങളുടെ theory portions കഴിയുന്നു അല്ലേ? So practicals start ചെയ്യും, and we are planning like after പെരുന്നാൾ only you will be having offline practical class. The date will be informed later. Okay. എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് വേണം, വേറൊന്നുമല്ല, ഞാൻ പറയാം. Okay. ഈ മോഡ്യൂൾ 1 പാർട്ട് 3 അല്ലേ ഞാൻ എടുത്തു തുടങ്ങിയുള്ളൂ? വേറെ മുമ്പിലത്തെ സബ്ജക്ട്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ, യൂണിറ്റ്സ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. യെസ്, ഐ തിങ്ക് സോ. മിസ്, പാർട്ട് 2 എടുത്തില്ലായിരുന്നോ? പാർട്ട് 2 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണോ എടുത്തത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി എടുത്തു. ഓക്കെ. ഞാൻ മോക്ക് ടെസ്റ്റ് തന്നിട്ടുള്ള യൂണിറ്റ്സ്, ഞാൻ എടുത്തതിൽ മോക്ക് ടെസ്റ്റ് തന്നിട്ടുള്ള യൂണിറ്റ്സ് ഒന്ന് പറയാം. പാർട്ട് 2 4, 6, 7 ക്വസ്റ്റ്യൻസ് തന്നു, ഞാൻ ഇവിടെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർട്ട് 3 1ഉം 2ഉം തന്നിട്ടുണ്ട്. 3 ഞാൻ തന്നിട്ടില്ലല്ലോ. ബാക്കഡ്സ് നോക്കിയിട്ടാണ് അതും ഇണ്ടാത്താരും. ഇതിൽ കുറേ മെസ്സേജ് പല ബാച്ചിന്റെ ആയപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ. പക്ഷെ ഞാൻ പാർട്ട് 2 4, 6, 7 അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിന്നെ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, അത് ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാർട്ട് 3 1, 2 മറിയ മോണ്ടിസോറി ആൻഡ് മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്, അതും ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്,
പിന്നെ സെൽഫ് കൺസ്ട്രക്ഷൻ ഞാൻ എടുത്തിരുന്നു അല്ലെ, 4th യൂണിറ്റ് എടുത്തതല്ലേ? ആ മിസ്സേ എടുത്തുണ്ടായിരുന്നു. 4th കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 7ലേക്കല്ലേ വന്നേ? ആ 7ലേക്ക്. പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു 3, 4 ആണ് ഇനി തരേണ്ടതും, പിന്നെ 7 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് തരണം. ജസ്റ്റ് ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് ഒന്ന് കൺഫേം ചെയ്ത് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ അസൈൻമെന്റ്സ് ഞാൻ എന്തൊക്കെ തന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? സർവേ തന്നോ? യെസ് മാം. സർവേ എല്ലാരും ചെയ്തോ? യെസ് മാം. ഓക്കെ, സോ അസൈൻമെന്റ്സ് ഏതാ തന്നിട്ടുള്ളേ? മരിയ മോണ്ടിസോറിയുടെ മോണ്ടിസോറി ഗാന്ധിജിന്റെ ഒക്കെ കോഡ്സ്. കോഡ്സ്. ഓക്കെ. അതുപോലെ റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ് അതിനെ കുറിച്ച് എഴുതാൻ. ഓക്കെ. ഞാൻ 10 ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് അല്ലേ? ഓക്കെ, മെയിൻ ആയിട്ടുള്ളത് ഇതായിരുന്നു. പിന്നെ നിങ്ങള് ടീച്ചിങ് എയ്ഡ്സ് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? മീൻസ് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? പേപ്പർ ക്രാഫ്റ്റ്, ബട്ടണിംഗ് ഫ്രെയിം, കളറിംഗ് ബോക്സ്, സിബ്ലേസ് ഫ്രെയിം, ഷൂലേസ് ഫ്രെയിം. അപ്പൊ മിസ്സും ശ്രുതി മിസ്സും തന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഓക്കെ, നോ പ്രോബ്ലം. റെക്കോർഡ്സ് ഒക്കെ എവിടെ വരെ? കംപ്ലീറ്റഡ് ആണ്. 4th റെക്കോർഡ് ആണല്ലോ മിസ് പറഞ്ഞേക്കണത്, അതിനി സ്റ്റാർട്ട് ചെയ്യണം. ലാസ്റ്റ് അപ്പാരറ്റസ് റെക്കോർഡ് ഒരു റെക്കോർഡ് ക്ലാസ് റൂമിൽ അയച്ചു തരും. അതില് നല്ല ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് ഉണ്ട്, അത് നോക്കി നിങ്ങൾ എഴുതിയാൽ മതി. മെറ്റീരിയൽസിന്റെ പിക്ചേഴ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഓൺലൈൻ ആയിട്ട് പ്രാക്ടിക്കൽ സെഷൻ നടക്കും, അതിനുശേഷം ഓഫ്ലൈൻ ആയിട്ട് സെഷൻ ആയിരിക്കും. പിന്നെ ആഫ്റ്റർ യുവർ മോഡൽ എക്സാം യുവർ വൈവ സെഷൻ വിൽ ബി സ്റ്റാർട്ട്. ബിഫോർ ദാറ്റ് മോഡൽ എക്സാമിന് മുമ്പ് ഒരു ചെറിയൊരു മോഡ്യൂൾ ടേം എക്സാം പോലെ മോസ്റ്റ് പ്രോബബ്ലി കാണും. ഓക്കെ, സോ നമുക്ക് പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എവിടെ വരെയായി? ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫിന്റെ മിസ് അന്ന് ലാസ്റ്റ് ആയിട്ട് ഓടിച്ചിട്ട് പറയാ ചെയ്ത. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് അല്ലെ? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? സോ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ വീട്ടിലും സ്കൂളിലും കുട്ടികൾക്ക് ആ രീതിയിൽ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യണം. അത് മാത്രമല്ല, ഇനി വരുന്ന ജനറേഷനിലെ അതുപോലൊരു എൻവയോൺമെന്റിൽ കൂടി വേണം നമ്മൾ മോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നശിക്കാറായ ഒരു ജനറേഷൻ നമ്മളുടെ മുന്നിൽ ഇപ്പൊ ഉണ്ട്. ഒരു 30-40 ഇയേഴ്സ് ആകുമ്പോഴേക്കും
അവർ മുഴുവനും റീപ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത, ഇമാജിനേഷൻ ഇല്ലാത്ത, ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരു ജനറേഷൻ ആയിരിക്കും. അവർ പോയി. ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് യൂസിൽ അകപ്പെട്ടിട്ടുള്ള കുട്ടികൾ അവർ പോയി. അവരെ ഇനി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇടയ്ക്ക് പിറവം എന്നുള്ള സ്ഥലം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു അംഗൻവാടികളിൽ. അപ്പോ കുറേ അംഗൻവാടികൾ അവിടെ ഉണ്ട്, ഒരു 10-17 അംഗൻവാടി ഉണ്ട്. അപ്പൊ അവരെല്ലാരും കൂടെ അടുത്തടുത്തുള്ളവർ ഒരുമിച്ച് ചേർത്ത് ഒറ്റ ക്ലാസ് ആക്കി അങ്ങനെയൊക്കെയാണ് എടുക്കാറ്. അപ്പൊ 3-4 ദിവസം പോകേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഞാൻ പോയപ്പോ ഒരു ദിവസം അവിടെ ബസ് സ്റ്റോപ്പില് ഒരു ചെറുപ്പക്കാരൻ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രാകൃത ഒരു മനുഷ്യൻ, മുടിയും താടിയൊക്കെ നീട്ടി വളർത്തി വളരെ ഷാബി ആയിട്ട് മോശം ഡ്രസ്സൊക്കെയാ. അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത, മീൻസ് കൈയും കാലിലൊക്കെ അഴുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വഴിയിലൂടെ നടക്കുക. ബെഗ് ചെയ്യുന്നുണ്ട്, ആൾക്കാരുടെ അടുത്ത് കൈ നീട്ടുന്നുണ്ട്, പിന്നെ അൺഹൈജീൻ ഇതിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയൊക്കെ കണ്ടു. അപ്പൊ ഇങ്ങനെ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പം ആ നാട്ടുകാരനാ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, പുള്ളിക്കാരൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു, നല്ല ടോപ്പ് ലെവലിൽ പഠിക്കുന്ന ഒരാളായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും ടോപ്പ്. IIT-യിലാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് IIT-യിൽ MTech-ന് കിട്ടി. MTech ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആൾക്കൊരു സോഫ്റ്റ്വെയർ ഫീൽഡില് ജോബ് കിട്ടി. സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോലിയൊക്കെ കിട്ടി, നല്ല ശമ്പളം, ഭയങ്കര വർക്ക് സ്ട്രെയിൻ. അതിൽ നിന്നൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഡ്രഗ്സ്. പിന്നെ ഭയങ്കര അഡിക്ഷൻ ആയിപ്പോയി. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു. വീട്ടുകാരും ശ്രദ്ധിക്കാതായി. അങ്ങനെ മീൻസ് കുറച്ച് അധികം കാലം അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു 1 year ബാക്ക് കണ്ട കാര്യമായിരുന്നു. അപ്പം അങ്ങനെ അതിന്റെ അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ അല്ലാത്ത സബ്സ്റ്റൻസുകളും ഉണ്ട്. അതൊക്കെയാണെങ്കിൽ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ബട്ട് കെമിക്കൽ സബ്സ്റ്റൻസ് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്രെയിൻ നശിക്കും, ബ്രെയിൻ സെൽസ് നശിക്കും. നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു മുറിവ് വന്ന് സ്കിൻ കുറെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ആകും. ആ സെൽസ്, ആ ടിഷ്യൂസ് ഒക്കെ റീജനറേറ്റ് ചെയ്ത് വരും. പക്ഷെ ബ്രെയിൻ സെൽസും ന്യൂറോൺസും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ചത്തുപോയത് തന്നെ, പിന്നെ അത് വരില്ല. അപ്പൊ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അയാൾക്ക് ബുദ്ധി, ബോധം, ചിന്താശേഷി ഒക്കെ നഷ്ടപ്പെട്ട് ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാനില്ല, അങ്ങനത്തെ അവസ്ഥയൊക്കെ. അതുകൊണ്ട് വീട്ടുകാര് അടുപ്പിക്കാത്തത്. കാരണം എന്താ ബന്ധം എന്ന് പോലും മനസ്സിലാകാനുള്ള സെൻസ് അയാൾക്കില്ല. അങ്ങനെ കുറെ തലമുറ ആയിട്ടുണ്ട്. അപ്പൊ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇനി ജനിച്ചു വീഴുന്ന ആ ഒരു ഏജിലുള്ള കുഞ്ഞുങ്ങളെ അവരെ നമുക്ക് മോൾഡ് ചെയ്ത് വളർത്താം. അപ്പോൾ നമുക്ക് ഏറ്റവും അതിന് പറ്റിയ മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ്. അതിന്റെ ആ എൻവയോൺമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ വളരെ എന്താ പറയാ, സില്ലി കാര്യം എന്ന് വിചാരിക്കുന്ന പോലും ഇറ്റ് മാറ്റേഴ്സ്, അതിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് എനിക്കറിയില്ല. വുമൻസ് ഡേയുടെ അന്ന് ഞാൻ ഇതുപോലെ അഡോളസന്റ് ഗ്രൂപ്പിന്റെ ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫോറത്തിൽ പങ്കെടുക്കാനിടയുണ്ടായി. ഓപ്പൺ ഫോറം ആയിരുന്നു. കുറെ ഡെലിഗേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, CBI ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, പോലീസ് ഓഫീസേഴ്സ് അല്ലാതെ ഉണ്ടായിരുന്നു, പിന്നെ ലോയേഴ്സ്, പിന്നെന്താ ക്രൈം ബ്യൂറോയിലുള്ളവര്, സൈക്കോളജിസ്റ്റുകൾ, അങ്ങനെ പല പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പൊ ഇവര് ഇങ്ങനെ പാനലിൽ അവരിയ്ക്കുന്നു. നമ്മളിങ്ങനെ പല ഡിസ്കഷൻസും കഴിഞ്ഞിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുമല്ലോ. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു അബ്സ്ട്രാക്ട്, ഒരു ഇൻഫർമേഷൻ വരില്ലേ, അതിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളും മോണ്ടിസോറി മെത്തേഡായിരുന്നു. ഒരു മോണ്ടിസോറി മെത്തേഡ് എന്ന് പേരെടുത്ത് പറഞ്ഞില്ല, അവര് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇതായിരുന്നു. ഈ ഒരു രീതിയിൽ ഉള്ള എൻവയോൺമെന്റിൽ കുട്ടികളെ വളർത്തിയാൽ മാത്രമാണ് നമുക്ക് ഇവരെ ഇതിലേക്ക് നിന്നും അകറ്റി നിർത്താൻ പറ്റുള്ളൂ. അതായത് വേറൊന്നുമല്ല, കുട്ടികളെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. കുട്ടികളെ ചെറുപ്പം തുടങ്ങിയ ലൈഫ് സ്കിൽസ് ട്രെയിൻ ചെയ്യണം. ലൈഫ് സ്കിൽസ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ 5 ഏരിയയില്ലേ, പ്രാക്ടിക്കൽസിലെ 5 ഏരിയ ഉണ്ടല്ലോ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ ഏരിയ, അങ്ങനെയാണ് നമ്മൾ ഓരോ ഏരിയ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ലൈഫ് സ്കിൽസ് കുട്ടികളെ ട്രെയിൻ ചെയ്യണം. അപ്പം ഞാനൊരു NGOയുടെ ഭാഗമായിട്ടാണ് പോയത്. അപ്പൊ ഈ NGO എനിക്ക് തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി അതിന് വേണ്ടിയിട്ട് ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെ ലൈഫ് സ്കിൽസ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് എനിക്കുള്ളത്. അപ്പൊ ആ രീതിയിൽ എല്ലാ സ്കൂളുകളിലേക്കും ഇത് നടക്കണം. അത് ചുമ്മാ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും വിഷയം. പിന്നെ അതിന് വേണ്ടിയിട്ട് ധൃതി പിടിച്ച് കുറെ എന്താ പറയാ, ക്യാമ്പയിൻ, മാരത്തോൺ, അങ്ങനെ. പക്ഷെ ആക്ഷൻസ് ശരിയായി നടക്കുന്നില്ല. കുറെ പേപ്പറുകളിലും
മീഡിയാസിലും അതും ഇതുമൊക്കെ കാണുന്നതല്ലാതെ അതിന് പിന്നീട് ഒരു ഫോളോ അപ്പ് നടക്കുന്നുണ്ട്. ഇതങ്ങനെ ചെയ്യാനല്ല നമ്മളുടെ ഉദ്ദേശം. ത്രൂ ഔട്ട് ആ ഓരോ സ്കൂളിന്റെ ഭാഗമാക്കി ഓരോ ഏരിയയിൽ ഓരോ റെസിഡൻസ് അസോസിയേഷനിൽ ഫ്ലാറ്റുകളാണെങ്കിൽ അവിടെയുള്ള എല്ലാ ആളുകളെയും ചേർത്തിട്ട് ഓരോ കുട്ടിക്ക് ഓരോ മെന്റർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഈ മെന്റർ ഈ കുട്ടിയെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പാരന്റ്സിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും, ടീച്ചേഴ്സിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം കുട്ടി മെന്ററിനോട് പറയും. ആ രീതിയിലുള്ള ഒരു ബോണ്ടിങ്, ഒരു റിലേഷൻഷിപ്പ് മെന്ററും കുട്ടിയും തമ്മിലാകും. അപ്പൊ അങ്ങനെ ഓരോ കുട്ടിക്കും ഓരോ മെന്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതിങ്ങനെ ഈ നെറ്റ്വർക്ക് ഭയങ്കര വൈഡാക്കും. അതാണ് എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ എന്താണോ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ കാര്യങ്ങളായിരുന്നു അത്രയും ഡെലിഗേറ്റ്സ് ഇരുന്നതിൽ ഇതിന് സൊല്യൂഷൻ ആയിട്ട് വന്ന് ഇത്. അറിയാം, മോണ്ടിസോറി എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അത് ഡിസൈൻ ചെയ്തു വെച്ചത്. അപ്പൊ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. നമുക്ക് വരുമാനം വേണം, സ്വന്തം കാലിൽ നിൽക്കണം, എന്റെ പാഷനാണ്, എന്റെ ഉപജീവന മാർഗമാണ്, എല്ലാം കറക്റ്റ് തന്നെ. ബട്ട് ഇത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. 10 കുട്ടികളാണെങ്കിൽ ആ 10 കുട്ടികളെ മോൾഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തന്നെ വിചാരിച്ച് ചെയ്യാം. അല്ലാതെ ഒരു ജോലി കിട്ടി അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചാൽ എനിക്ക് സാലറി കിട്ടും ഒരു തോട്ട് വേണ്ട. കാരണം എനിക്ക് വൈവ ചെയ്തപ്പോ അത് ഒത്തിരി ഫീൽ ചെയ്തായിരുന്നു. ക്ലാസ്സിൽ കയറുന്നില്ല, ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ക്ലാസ്സിൽ കയറണ്ട, അതിൻ്റെതായ പേഴ്സണൽ ബുദ്ധിമുട്ടുണ്ടാകും. റെക്കോർഡ് ക്ലാസ് കാണുക. ഇപ്പൊ ഞാൻ അത് കാരണം ഓരോ ക്ലാസ് ഡീറ്റെയിൽസിലും എന്താണ് ക്ലാസ്സിൽ എടുത്തേന്നുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പോകുന്ന റെക്കോർഡ് ക്ലാസ്സിൽ ആ മെസ്സേജ് വരും അന്നത്തെ ക്ലാസ്സിൽ എന്താന്നുള്ളത്. പിന്നെ ഇന്ന് സ്കിപ്പ് ചെയ്യണ്ടല്ലോ, സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. അങ്ങനെ ഒരു റെക്കോർഡ് ക്ലാസ്സും കാണാതെ ജസ്റ്റ് സിംപ്ലി വന്ന് വൈവയ്ക്ക് ഇരിക്കുവാണ്. എന്നെ ചോദിക്കുന്നത് തന്നെയൊക്കെ വളരെ മീൻസ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള മറുപടിയാണ്. മോണ്ടിസോറി മെത്തേഡിന്റെ അടുത്തൂടെ പോകുന്നില്ല. ഞാൻ ഓർത്തു ഈ 1 വർഷം ഇങ്ങനെ മെത്തേഡ് ഇത്രയും പറഞ്ഞിട്ട് ഉള്ളിലേക്ക് അത് എത്തിയിട്ടില്ലല്ലോ. നമ്മൾ ശരിക്കും ഹൃദയം കൊണ്ട് കേൾക്കണം. കുഞ്ഞുങ്ങളെ ആണെങ്കിലും ആരെയാണെങ്കിലും ഹൃദയം കൊണ്ട് കേൾക്കണം, ഹൃദയം കൊണ്ട് കാണണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് ചുമ്മാ കേൾക്കുക. ഞാൻ MSW കൗൺസിലിംഗ് കഴിഞ്ഞ ആളാണ്. പക്ഷെ ഐ എം നോട്ട് ഏബിൾ ടു ഡു കൗൺസിലിംഗ്. എനിക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഇരുന്ന് കേൾക്കാനുള്ള സമയം വളരെ കുറവാണ്. നമ്മുടെ അടുത്തേക്ക് വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറേ സമയം കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ എൻ്റെ അടുത്ത് വരുന്നവരോട് ജസ്റ്റ് ആദ്യം ഞാനൊന്ന് കേൾക്കും. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും അവർക്ക് റീഡയറക്ട് ചെയ്യണം. പ്രൊഫഷണലി എനിക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ല കൗൺസിലിംഗ്. അത് കാരണം ഞാൻ അവരോട് പറയും അങ്ങനെ ഞാനൊരാളെ റെഫർ ചെയ്ത് തരാന്ന് പറയും. പക്ഷെ ചിലർക്ക് അതൊട്ടും താല്പര്യമില്ല, ജിഷ തന്നെ മതി എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തണം. നമുക്ക് കോൺസെൻട്രേഷൻ വേണം, നമുക്ക് ആക്റ്റീവ് ലിസണിങ് പറ്റണം. നമ്മുടെ തലയിൽ പല കാര്യങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് ആ ആക്റ്റീവ് ലിസണിങ് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ജോലി നിങ്ങൾക്കെന്ന് വെച്ചാൽ ഡിവൈൻ ജോബാണ് കിട്ടിയിരിക്കുന്നത്. അത് ചെയ്യുമ്പം അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയുള്ള നമ്മളുടെ ജനറേഷന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ നാട് പഴയ പണ്ടത്തെ ഒരു കേരളം എന്നൊക്കെ പറഞ്ഞ പോലെ ആ രീതിയിൽ നമ്മുടെ നാട് മാത്രമല്ല ഹോൾ വേൾഡിൽ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ പോകുവാണെങ്കിൽ അത് ശരിയായ രീതിയിൽ തന്നെ നടക്കും. അതൊന്ന് ഓർക്കുക കേട്ടോ. കാരണം നമുക്ക് ജോലി വേണം, അത് പ്രൈം ഇമ്പോർട്ടൻസ് തന്നെയാണ്, അത് തന്നെ പ്രയോറിറ്റി. ബട്ട് ആ ജോലി ഇങ്ങനെ ചെയ്താൽ മതി. അത് ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, അതിന്റെ ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് കിട്ടുന്നത് എത്രയോ ഫാമിലിക്കാണ്, എത്ര സൊസൈറ്റിക്കായിരിക്കും. അതൊക്കെ ഒന്ന് ആലോചിക്കുക. വൈവയിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ ഉള്ളിലേക്ക് ഈ സംഭവം കടന്നിട്ടില്ല എന്ന് മനസ്സിലായി. എല്ലാവർക്കും അല്ല കേട്ടോ, 1-2 പേർക്ക്. അവർ ക്ലാസ്സിൽ കയറാറില്ല, ക്ലാസ് കാണാറും ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചിലരുണ്ടല്ലോ കോഴ്സ് ഇങ്ങനെ ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റും കൂടെ എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവം എന്ന രീതിയിൽ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, സോ നമ്മള് ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. കുട്ടികൾ എന്തിനും റെഡി ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവര് മാറുന്നത്. അപ്പൊ നമ്മൾ ശരിയായ ഇത് പ്രൊവൈഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവര് കാണുന്നതിനോടൊക്കെ അങ്ങ് അട്രാക്റ്റഡ് ആകും. അത് ശരിയായ ഒരു അട്രാക്ഷനിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ കുട്ടികളെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വളരെ ഹാപ്പി ആയിട്ട്, വളരെ സപ്പോർട്ടിങ് ആയിട്ട്, റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പല കീ എലമെന്റ്സ് ഉണ്ട് ഈ മോണ്ടിസോറി മെത്തേഡില്.
ഫസ്റ്റ് വൺ, സെൻസ് ഓഫ് ഓണർഷിപ്പ്. അതായത് ഓരോ കുട്ടിക്കും ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഒരു മെറ്റീരിയൽ അവർ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഇത് നല്ല രീതിയിൽ നീറ്റായി കൊണ്ട് നടക്കണം. ഇത് നല്ലപോലെ തന്നെ, അതായത് ഞാൻ നന്നായി ഉപയോഗിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അതുപോലെ തന്നെ കിട്ടണം അല്ലെ, അവർക്കും അത് പ്രൊവൈഡ് ചെയ്യണം. ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ കുട്ടികളെ ടോയ്ലറ്റിൽ അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇറങ്ങുമ്പോൾ അത് നല്ല ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം പിന്നെ ഒരാൾ കയറുന്ന ഒരാൾക്ക് അത് നല്ലതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റണം. അപ്പൊ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും, ടോയ്ലറ്റ് ട്രെയിനിങ് മാത്രമല്ല എല്ലാം. ഇപ്പോ ജഗ്ഗിന്ന് വെള്ളം എടുത്ത് കുടിച്ചു, ജഗ് കാലിയായി, അപ്പൊ അടുത്ത ഒരാൾ വരുമ്പോ വെള്ളം അതിനകത്ത് ഉണ്ടാവണം. സോ അത് ഫില്ല് ചെയ്യണം. അങ്ങനെ ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ. ക്ലാസ്സിലുള്ളതെല്ലാം ചൈൽഡ് സൈസ്ഡ് ആണ്, നമ്മളതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്, അത് ശാരീരികം, മാനസികം, അതുപോലെ തന്നെ വൈകാരികമായ പല നീഡ്സിനും. കാരണം വെച്ചാൽ അവർക്ക് എടുക്കാൻ പറ്റുന്നത്, അവരുടെ കയ്യിൽ ഒതുങ്ങുന്നത്, പിന്നെ അവർക്ക് മെന്റൽ ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത്, അവരുടെ ഇമോഷണൽ നീഡ്സ് എല്ലാം ചേർന്നതാണ് ആ മെറ്റീരിയൽസ് എല്ലാം. കുട്ടികൾ എപ്പോഴും ആ ഒരു ദിവസം ഒരു ഓർഡർ ഫോം ചെയ്യുന്നു. രാവിലെ വരുന്നു, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം. അവരുടെ ബാഗ്, അവരുടെ ബിലോങ്ങിങ്സ് കീപ്പ് ചെയ്യേണ്ട സ്ഥലം അറിയാം, ഷൂ വെക്കേണ്ട സ്ഥലം അറിയാം, എവിടേക്കാണ് ആദ്യം പോകണം എന്നറിയാം, പ്രെയർ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഓരോ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നടക്കും. സെക്കൻഡ് വൺ, റെസ്പോൺസിബിലിറ്റി. അവർക്ക് ടു ഫീൽ ഈച്ച് അതർ, എന്റെ കൂടെയുള്ള ആളാണ്, ആ ഒരു ഫീല് വരും. ഇപ്പോ ഈവൻ ദോ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടിയും നിങ്ങൾക്കും പരസ്പരം ആ ഒരു ഫീൽ ഉണ്ടല്ലേ, കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇടയ്ക്ക് വിളിക്കും, വിഷ് ചെയ്യും അല്ലെ, അങ്ങനെ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ആർക്കെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യും. സോ ദാറ്റ് ഫീൽ, അതുപോലത്തെ ഫീല് എല്ലാവരിലും വരണം. മോറൽ ഹെൽപ്പ് ടു അതർ ചിൽഡ്രൻ, മറ്റു കുട്ടികൾക്ക് മോറൽ ഹെൽപ്പ് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല, ക്ലാസ്സുകളിൽ പറയാനുണ്ട്. അന്നുള്ള ക്ലാസ്സിന്റെ ഒരു ബ്രീഫിംഗ് ആരെങ്കിലും ഒന്ന് ക്ലാസ്സിൽ ഇടുവാണെങ്കിൽ ക്ലാസ്സിൽ കയറാത്തവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ നല്ലൊരു പോയിന്റ് ഉള്ള കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഒരു റെക്കോർഡ് ക്ലാസ് റെഫർ ചെയ്യും. ഇപ്പം ബ്രീഫിംഗ് നല്ലതാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല എന്ന ഒരു ഇത് വരും. ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ ഇവർക്ക് ഐഡിയ ഇല്ല എന്താണ് നടക്കുന്നത്, ക്ലാസ്സിൽ നടക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ കോംപ്ലിമെന്ററി ഹെൽപ്പ് കൊടുക്കുന്നു കുട്ടികൾക്ക്, പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫ്രീഡം ഉണ്ട്, കുട്ടികൾക്ക് ഫ്രീഡം ഉണ്ട് ക്ലാസ് റൂമിൽ, അവർക്ക് സോഷ്യലൈസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. കുട്ടിയുടെ നാച്ചുറൽ ഇൻട്രസ്റ്റ്, അപ്പൊ ശരിക്കും എല്ലാ കാര്യങ്ങളും നാച്ചുറൽ ആയിട്ടാണ് വരുന്നത്. സന്തോഷം, അങ്ങനെ എല്ലാ ഫീലിങ്സും നാച്ചുറൽ ആയിട്ട് വരുന്നു. ഇതുവരെ പെട്ടെന്ന് തന്നെ അവരുടെ ഗ്രോത്തിനെ സഹായിക്കുവാണ് എല്ലാ രീതിയിലും. അപ്പൊ അവർക്കറിയാം ഷെയറിങ് എങ്ങനെ ചെയ്യണം എന്നറിയാം, വേറൊരു കുട്ടിക്ക് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ പെരുമാറണം എന്നറിയാം. കുട്ടിക്ക് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ വരുവാണെങ്കിൽ ആളെ വിഷ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളും അറിയാം. പിന്നെ ഡിഫറെന്റ് ഏജസ് ആണല്ലോ. ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിഫറെന്റ് ഏജിലാണ്, ഏജ് റേഞ്ച് പല ഏജിലുള്ള കുട്ടികളാണ്. 3 to 6 years ആണ്. അപ്പൊ ഏകദേശം ഒരു ക്ലാസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുകയാണെങ്കിൽ അതിന്റെ 1/3 ഒരു 3 year old ആയിരിക്കും. 3/3 അടുത്ത 1/3 എന്ന് പറയുന്നത് 4 year, പിന്നെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് 5 year. ആ ഒരു രീതിയിൽ പോകും. മിക്സഡ് ഏജ് ഗ്രൂപ്പ് കുട്ടികൾക്ക് പല ഓപ്പർച്യൂണിറ്റിയും കിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട്. പലപ്പോഴും എൽഡേഴ്സിൽ നിന്ന് പല സപ്പോർട്ടും കിട്ടും, എൽഡേഴ്സിൽ നിന്ന് പല സോഷ്യൽ ക്വാളിറ്റീസ് അവർ പഠിക്കും, അങ്ങനെ പല കാര്യങ്ങളും. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ദ ഗ്രോത്ത്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളിൽ പറഞ്ഞത്. ഈ എൻവയോൺമെന്റിൽ അവരുടെ കമ്മ്യൂണിറ്റി ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്. 3 കാര്യങ്ങളിലൂടെ അവർ കടന്നുപോയി. ഓക്കെ, റെസ്പോൺസിബിലിറ്റി, പിന്നെ അവരുടെ ഏജ് ഗ്രൂപ്പിന്റെ ഡിഫറൻസ് കാരണം പല കാര്യങ്ങളും അവർ പഠിക്കുന്നു. പിന്നെ സെൻസ് ഓഫ് ഓണർഷിപ്പ്, അവർക്ക് എപ്പോഴും ഒരു സ്വന്തം, ഇത് ഞങ്ങളുടെയാണ്, ഇത് ഞാൻ ശ്രദ്ധിക്കണം, ആ ഒരു ഫീല് വരും. അങ്ങനെ 3 കാര്യങ്ങളിലൂടെ കടന്നുപോയി അവരുടെ കമ്മ്യൂണിറ്റി ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, മോണ്ടിസോറി ടീച്ചർ എന്നുള്ളതിനേക്കാളും ഫെസിലിറ്റേറ്റർ. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. ആ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസും, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം, ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഡയറക്ടറസ് എന്തും പറയാം നിങ്ങൾക്ക്. ഡയറക്ടർസ് നമ്മളിപ്പോ പ്രിൻസിപ്പൽ എന്നൊക്കെ യൂസ് ചെയ്യുന്ന പോലെയാണ് മോണ്ടിസോറി സ്കൂളിലെ ഡയറക്ടർസ് എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് പാരഗ്രാഫ് അറിയാൻ വയ്ക്കാം.
The Montessori teacher. Education is acquired not by listening to words, but by experience in the environment. The teacher grabs the individualism that makes each child wonderfully different. She helps develop and അതെന്താ മാം വായിക്കുക? നർച്ചർ, നമ്മൾ പരിപോഷിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, പോഷണം, നർച്ചർ. Nurture the light of each child. As stated by Dr. Montessori, the Montessori teacher plays an important role in the Montessori environment. The children and the new teacher unit to form inseparable parts of a single educational whole, which is a dynamic and a continuous process of development for both of them. It would perhaps be truer to describe it as a single social whole rather than an educational one. സോ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് കിട്ടുന്ന കാര്യമല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പലതും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ നമുക്ക് പോസിബിൾ ആകേണ്ടത്. അത് എൻവയോൺമെന്റിൽ നിന്ന്, നമ്മൾ ജീവിക്കുന്ന ആ ഒരു സറൗണ്ടിങ്സ്, അതിൽ നിന്ന് കിട്ടണം. ഈ മോണ്ടിസോറി എൻവയോൺമെന്റില് ഫെസിലിറ്റേറ്ററും കുട്ടികളും ഒന്നാണെന്നുള്ളതാണ്. അല്ലാതെ രണ്ടും ഡിഫറെന്റ് ആണ്, ഫെസിലിറ്റേറ്റർ ഡോമിനന്റ് ആണ്, കുട്ടി ചെറുതാണ്, ആ ഒരു രീതിയല്ല. ഇവിടെ രണ്ടു പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുട്ടികളെ വളർച്ച, ആ ഒരു ഗ്രോത്ത്, അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഓരോ കുട്ടിയുടെ ഉള്ളിലും ഓരോ ലൈറ്റ് ഉണ്ട്, അത് കണ്ടെത്തുക, അതിനെ കത്തിച്ചു വിടുക. ഇതാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ജോലി. എൻവയോൺമെന്റിൽ അവർക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. ഈ കുട്ടി ഈ ഫെസിലിറ്റേറ്ററും കൂടെ ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ഒരു സിംഗിൾ ഫോം ആകുവാണ് ഈ ഒരു സെറ്റിങ്സിൽ. അതെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. രണ്ടുപേരുടെയും ഡെവലപ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ ആദ്യമായിട്ട് ഒരു ജോലി, അതിപ്പോ ടീച്ചർ ആണെങ്കിലും ശരി, ജോലിക്ക് കയറുമ്പോൾ നമ്മൾ ഡേ ബൈ ഡേ പല എക്സ്പീരിയൻസ് കൊണ്ടും നമ്മൾ വളരും. നമ്മുടെ മുന്നിൽ വരുന്ന ഇപ്പൊ കുട്ടികളാണ്, ടീച്ചറാണെങ്കിൽ കുട്ടികളാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ആ ഒരു എഡ്യൂക്കേഷൻ സെറ്റിങ്ങില് ഒരു ഫെസിലിറ്റേറ്ററുടെയും കുട്ടിയുടെയും ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതൊരു എഡ്യൂക്കേഷണൽ, ഒരു എന്താ പറയാ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിനേക്കാൾ ഇതായിട്ട് ഒരു സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ചെറിയൊരു യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അവിടെ പഠനം മാത്രമല്ല, അല്ലാതെ പല കാര്യങ്ങളും, സോഷ്യൽ വാല്യൂസ്, ക്വാളിറ്റീസ് എല്ലാം അവിടെ ഡെവലപ്പ് ചെയ്യാണ്. അവിടെ ആ ഒരു ക്ലാസ് റൂം സ്റ്റഡിയോ ബുക്കിൽ നിന്നുള്ള സ്റ്റഡി മാത്രമല്ല നടക്കുന്നത്. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഒരു ബുക്കിൽ എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റീസ് അല്ല, അതിൽ കൂടുതൽ നമുക്ക് ചിലപ്പോ നമുക്ക് തോന്നും വേണ്ടി വരും. ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. അത് ഓരോ കുട്ടിക്ക് അനുസരിച്ച് അവരുടെ രീതികൾ മാറേണ്ടതുണ്ട്. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് ഫെസിലിറ്റേറ്റർ, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. അടുത്ത പേജിൽ ഒരു തേർഡ് പാരഗ്രാഫ് വരെ, അതായത് ബിറ്റ്വീൻ ആൻ അഡൾട്ട് ആൻഡ് എ ചൈൽഡ് വരെ ഒന്ന് വായിക്കാമോ? റീഡ് ചെയ്യാൻ ഞാൻ വായിക്കാം. പ്ലീസ്. Qualities of a Montessori teacher. One of the most notable difference between Montessori teachers and traditional teachers is the gigantic എന്നാണോ മാം? ജൈജാന്റിക്, വലിയ എന്നുള്ള, വലിപ്പുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. വളരെ വലിയ നമ്മൾ പറയില്ലേ, വളരെ വലിയ നമ്മൾ പറയില്ലേ, ജൈജാന്റിക്. ഓക്കെ മാം. ദീപ മ്യൂട്ടാ. എന്തോ മ്യൂട്ടാ, വായിക്കുന്നില്ലേ? Gigantic trust Montessori teachers place in the developmental abilities of the children. It takes a vast amount of faith to follow the child. It is so much easier to say to the children, follow where I lead, and no one will get lost. Nonetheless, with careful observation and planning,
Montessori teachers remain continually alert to the direction each child is heading and actively work to help them prevail. The teacher must be a growing person. She must be involved in the process of becoming a person who has a pragmatic knowledge of itself and be able to reflect objectively on one's own capabilities and behavior. The development of self-knowledge is the first step towards becoming a good Montessori teacher. The real preparation for education is the study of oneself. The training of the teacher who is to help life is something far more than the learning of ideas. It includes the training of characters. It is a preparation of the spirit. Montessori felt that a good Montessori teacher must always comprehend his or her relations with the children. The needs to understand what it is that stands in the way between an adult and a child. മാം ആദ്യം ആ പറഞ്ഞതിന്റെ വലിപ്പമുള്ളന്നാണോ മലയാളം മീൻ? വളരെ വലിയ എന്നൊക്കെ പറയില്ലേ? വളരെ വലിയ. സാധാരണ വലിപ്പം എന്നല്ല, ഭയങ്കര വലുത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള, മീൻസ് ഫെസിലിറ്റേറ്ററും കുട്ടിയും തമ്മിലുള്ള ട്രസ്റ്റ്. സാധാരണ ട്രഡീഷണൽ ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ളത് പോലെയല്ല മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും കുട്ടിയും തമ്മിലുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് വളർച്ചയുള്ള രീതിയിലുള്ള ഒരു ട്രസ്റ്റും ഇഷ്ടവും ഒക്കെ ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് എന്താ പറയാ, അതിനൊന്ന് ഡോമിനേറ്റ് ചെയ്ത് കാണിക്കാൻ, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ആ ഒരു വേർഡ് യൂസ് ചെയ്തേ ഉള്ളൂ. അതൊരു ഡിഫറെന്റ് വേർഡാ. ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ഇങ്ങനെ ഒരു വാക്ക് വായിക്കേണ്ടി വന്നിട്ടില്ല, കേട്ടിട്ടില്ല. ഓക്കെ. നമ്മള് ഈ മെഡിക്കൽ ഫീൽഡ് കേട്ടിട്ടില്ലേ, ഡാഫിസവും ജെയ്ജാൻഡിസവും ആളുകളിൽ കാണുന്നത്? അതായത് നോർമൽ ആയിട്ടുള്ള ആളുകളെക്കാളും വലിപ്പം കുറഞ്ഞ ആൾക്കാർ, കുള്ളന്മാർ എന്ന് പറയുന്നത് ഡാർഫിസം വരുന്നത്. അതുപോലെ തന്നെ ജെയ്ജാൻഡിസം വരും. ഭയങ്കര വലിപ്പമുള്ള ആൾക്കാർ, ഹൈറ്റും വെയിറ്റും എന്ന് വെച്ചാൽ നോർമലി ഉള്ള അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ജൈജാൻഡിസം എന്ന് പറയുന്നത്. ബീബൽസ് എന്താ പറയുന്നത്, അതിനൊരു വാക്കുണ്ടല്ലോ, ജൈജാൻഡിക് ഫിഗർ എന്നൊക്കെ പറയില്ലേ, വളരെ വലുപ്പമേറിയത്, നോർമൽ ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ. അതന്നെയാണ് ഇവിടെ സാധാരണ ടീച്ചറും കുട്ടിയും തമ്മിലുള്ളത് പോലുള്ള ഒരു റിലേഷൻ അല്ല, ഒരു ജൈജാൻഡിക് ട്രസ്റ്റ് ആണ്. വളരെ വലുപ്പം കൂടിയതെന്നുള്ള രീതിയിൽ തന്നെയാ പറയുന്നത്. എന്തോ ഭീകരം എന്നൊക്കെ മീനിങ് വരും അല്ലെ? ഭീകരം എന്ന് പറഞ്ഞാൽ ഭീമാകാരം. അത് തന്നെ, ഭീകരം എന്നുള്ളതിനേക്കാളും ഭീമാകാരാണ് നല്ലത്. കുറച്ചുകൂടെ സൂട്ട് ആവുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ അവര് തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും അഫെക്ഷനും കെയറിങ്ങും എല്ലാം വളരെ വലുതാണ്, വൈഡാണ്. മീൻസ് അതിന് പറയാനൊരു എന്താ പറയാ, വാക്കുകളില്ല എന്ന് പറയുന്ന പോലെ ഷോർട്ട് ഓഫ് വേർഡ്സ് അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ട്രസ്റ്റും കെയറും ലവും ഇൻ ബിറ്റ്വീൻ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും ഒരു കുട്ടിയും തമ്മിലുണ്ടാകുമ്പോ ആ ഒരു ഫെസിലിറ്റേറ്റർ പറയുന്നതെല്ലാം ആ ഒരു കുട്ടി ഇങ്ങനെ കേൾക്കും. എന്നെ ഫോളോ ചെയ്യൂ, നീ എവിടെയും ലോസ്റ്റ് ആവില്ല, അതിനൊക്കെ നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഫെസിലിറ്റേറ്റർ പറയുന്ന എല്ലാ കുട്ടി കേൾക്കും. അതിന്റെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പലയിടത്തും ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളവര് അവർക്ക് പലപ്പോഴും ചെല്ലുമ്പോ തന്നെ അവിടുത്തെ ടീച്ചർമാരൊരു ഫീഡ്ബാക്ക് കൊടുക്കും. ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, പിള്ളേര് അടക്കിയിരുത്താൻ ബുദ്ധിമുട്ടാണ്, ഒരു വർക്കും ചെയ്യില്ല, എഴുതില്ല, വായിക്കില്ല, വരയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കംപ്ലൈന്റ്സ് പറഞ്ഞിട്ടുള്ള ഇവര് നമ്മളുടെ ട്രെയിനീസ് ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആകും. പക്ഷെ ഒരു 3 ഡേയ്സും വേണ്ടാതാ തോന്നുന്നത്. ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും, ഇവര് നല്ല അഫെക്ഷനാണ് അങ്ങോട്ട് കാണിക്കുന്നത്, അനുസരിക്കും. ആ ഒരു ടൂള് മതി, ലവ് ആൻഡ് കെയർ അല്ലെങ്കിൽ അഫെക്ഷൻ. അത് വരുമ്പോഴേക്ക് ഈ കുട്ടികൾ അങ്ങ് അനുസരിക്കാൻ തുടങ്ങും. അഫെക്ഷൻ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര റിസൾട്ടാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ്. അവർക്ക് ഭയങ്കര ചേഞ്ചസ് വരും. അവര് ആ വ്യക്തിയെ പിന്നെ നല്ലപോലെ അവർ പറയുന്നതെല്ലാം കേൾക്കും, അനുസരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ടീച്ചർമാര് പറഞ്ഞ പിള്ളേരെ വരെ ഇവര് നമ്മുടെ ട്രെയിനീസ് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ഇങ്ങനെ ചെയ്തു. എന്നിട്ട് പറഞ്ഞ ഡേയേക്കാളും കൂടുതൽ അവിടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. പിന്നെ ആരൊക്കെയോ പറയണ്ടായിരുന്നു. പ്രിൻസിപ്പൾ ആ കോറിഡോറിലൂടെ നടന്നപ്പോ ക്ലാസ്സിൽ പിള്ളേരില്ലേ, കാരണം
ഒറ്റ ഡിസ്റ്റർബൻസ് ഇല്ല. പറ്റിയത് ഭയങ്കര ബഹളമായിരിക്കും കോറിഡോറിലൂടെ നടക്കുമ്പോൾ. പ്രിൻസിപ്പൾ ക്ലാസ്സിൽ കയറി നോക്കി ഇപ്പൊ എല്ലാരും ഓരോരോ ആക്ടിവിറ്റി ചെയ്യാണ്. അത് കാരണം അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയൊക്കെയാണ് നല്ല ഫീഡ്ബാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇത് തന്നെയാണ് ആ ഒരു നമ്മൾ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്തപ്പോൾ അവരുടെ മെന്റൽ ഹെൽത്തിന് ആവശ്യമുള്ള ലവ്, കെയർ, അഫെക്ഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ടീച്ചറെ കുട്ടികൾ സ്നേഹിക്കാൻ തുടങ്ങി. ടീച്ചർ പറയുന്നതെല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങി. അതാണ് ഇവിടെ നടക്കുന്നത്. അത് ഈസിയർ ആയി മാറുവാണ്. കുട്ടികൾ അത് അവരെന്തോ കമ്പൽ ചെയ്ത് ജയിക്കുന്ന പോലെയൊന്നുമല്ല. അവർ ഇഷ്ടത്തോടെ അത് പിന്നെ അനുസരിച്ച് അവരെ ഫോളോ ചെയ്യുവാണ്. ഓക്കെ. പിന്നെ ഈ ഫെസിലിറ്റേറ്റർക്ക് എപ്പോഴും ഒരു കെയർഫുൾ ഒബ്സർവേഷനും പ്ലാനിങ്ങും വേണം. അത് വളരെ മസ്റ്റായിട്ട് അവർക്ക് വേണ്ട, ഏറ്റവും അവർക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ആ ഒബ്സർവേഷൻ. ഈ ഒബ്സർവേഷന് നല്ല കോൺസെൻട്രേഷൻ വേണം. അതുകൊണ്ടാണ് നമ്മളുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് എപ്പോഴും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ദിവസവും ക്ലാസ്സിൽ ചെയ്യിക്കാൻ പറ്റില്ല, ബട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. ആ മെഡിറ്റേഷനിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. നിങ്ങൾ പ്രേ ചെയ്യുന്ന സമയത്ത് ചെയ്താലും മതി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താൻ പറ്റുന്നില്ല, നമ്മൾ നമ്മളുടേതായ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള പ്രേയറിൽ ഏർപ്പെടാറുണ്ടല്ലോ. ആ ഒരു സമയത്ത് ഒരു 5 minutes കുറച്ചു നേരം ഒന്ന് കണ്ണടച്ചിരുന്ന് ആ പറഞ്ഞ ഒന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളിലേക്കോ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ച് നമ്മൾ പ്രേ ചെയ്തു, മനസ്സിൽ വിചാരിച്ച് പ്രേ ചെയ്തു, അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പല ദിവസങ്ങളിലായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ വരും. നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ, കേൾക്കാനും പറ്റുള്ളൂ. ഓക്കെ. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മൈക്ക് ഓൺ ആണേ. ഈ ഫെസിലിറ്റേറ്റർ ഒരു അപ്ഡേറ്റഡ് ആയിരിക്കണം എപ്പോഴും, ഒരു ഗ്രോയിങ് പേഴ്സൺ. കാരണം അവരെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം ഈ കുട്ടികളെ നോക്കുന്ന ഒരാളാണ്. അവർക്കൊരു പ്രാക്ടിക്കൽ നോളജ്, പ്രഗ്മാറ്റിക് നോളജ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും. അപ്പൊ എല്ലാം അറിഞ്ഞിരിക്കണം. ഈവൻ കുട്ടികൾക്ക് വേണ്ടുന്ന റൈറ്റ്സ്, അതിന്റെ എന്തെങ്കിലും നിയമവശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും നല്ല ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു പ്രാക്ടിക്കൽ നോളജ് ഉള്ള ഒരാളായിരിക്കണം. അവരൊരു ഗ്രോയിങ് പേഴ്സൺ ആയിരിക്കണം. അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയുകയും വേണം. അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ഔട്ട്ഡേറ്റഡ് ആവരുത്, എപ്പോഴും ഒരു അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അത് ആര് തന്നെ ആയാലും കേട്ടോ, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ മാത്രമല്ല, നമ്മൾ ആര് തന്നെ ആയാലും. എന്നാലാണ് നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ. അവരുടെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കണം, കുട്ടികളുടെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കണം, കുട്ടികളുടെ ബിഹേവിയർ അവർ മനസ്സിലാക്കണം. നമ്മൾ സൈക്കോളജി പഠിച്ചപ്പോൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കണമെങ്കിൽ സൈക്കോളജി പഠിച്ചിരിക്കണം. അതാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്, ടീച്ചർമാർക്കൊരു സൈക്കോളജി പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതല്ല. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് നല്ല രീതിയിൽ അതിൽ ട്രെയിനിങ് കൊടുക്കണം എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. അപ്പൊ ടീച്ചർക്ക് പെട്ടെന്ന് കുട്ടികളുടെ മാറ്റങ്ങളും പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും. സെൽഫ് നോളജ് തന്നെ അറിയുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ആരുടെ തന്നെ കാര്യമാണെങ്കിലും, മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ. അത് ഒരു എഡ്യൂക്കേഷന്റെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സെൽഫ്, നമ്മളെ തന്നെ അറിയുക എന്നുള്ളതാണ് ആദ്യം. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ശരിക്കും അവർക്ക് പ്രാക്ടിക്കലി നല്ലൊരു ട്രെയിനിങ് കിട്ടണം. അതാണ് നമ്മൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടിയും നമ്മൾ നല്ല പോലെ ഇതിൽ ട്രെയിൻഡ് ആയിരിക്കണം. ഞങ്ങള് ട്രെയിനേഴ്സ് എല്ലാം മാക്സിമം ട്രൈ ചെയ്യുന്നതാ ഇത്രയും ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ശരിയായ രീതിയിലുള്ള ട്രെയിനിങ് കിട്ടണം. അവർക്കുണ്ടായിരിക്കണം ഒരു സെൽഫ് കോൺഫിഡൻസ്. ഐ ഹാവ് സം പൊട്ടൻഷ്യൽ, എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾക്ക് തന്ന പല വർക്കും അസൈൻമെന്റ്സും ആക്ടിവിറ്റീസും എല്ലാം അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. വൈവയിലൊന്നും ആക്ഷൻസും കാണിക്കുമെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കാണിച്ചില്ല. ഡെഫിനറ്റ്ലി ഷീ വിൽ ലോസ് ദ മാർക്ക്. ഹൗ ക്യാൻ ഐ ഗീവ് ഹെർ മാർക്ക്? എങ്ങനെ മാർക്ക് കൊടുക്കാൻ പറ്റും? മാർക്കിന്റെ അല്ല, മുന്നിൽ വരുന്ന കുട്ടികളുടെ അടുത്തിട്ട് ചെന്നിട്ട് അവരെ അടുത്ത് വെറുതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ ഫുൾ ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ നല്ല ആക്റ്റീവായിട്ട് ഡാൻസ് ചെയ്യണോ, പാട്ട് പാടണോ, എല്ലാം ചെയ്താലാണ് കുട്ടികൾ ഇൻവോൾവ് ആകുള്ളൂ. അല്ലെങ്കിൽ അവര് ശ്രദ്ധിക്കില്ല, അവർക്ക് താല്പര്യമില്ല. അല്ലാതെ വന്നിരിക്കണവരെ അവർക്ക് താല്പര്യമില്ല.
ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റീസ് എന്നുള്ളത് പറയുന്നത്. അപ്പൊ ശരിക്കും ഒരു അഡൾട്ടും ഒരു കുട്ടി ആണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ അഡൾട്ടാണ് കുട്ടി. അവരുടെ ഇൻബിറ്റ്വീൻ ഉള്ള ആ ഒരു ബോണ്ടിങ് അത് നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് പോകണം. അത് ഈ ഫെസിലിറ്റേറ്റർക്ക് പറ്റണം. എപ്പോഴും കുട്ടികളുടെ ഫീലിങ്സ് മനസ്സിലാക്കണം. കുട്ടികൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ ഒരു ക്ലാസ്സിൽ ചെല്ലുന്നു, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ, പലരുടെയും സംസാരം ചിലപ്പോൾ നമുക്ക് ക്ലാരിറ്റി വന്നിരിക്കില്ല. നമ്മൾ കൂടുതൽ ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യണം. ആ ഒരു കോംപ്രിഹെൻഡ് അത് മനസ്സിലാക്കണം. അവരെന്താണ് പറയുന്നത്, അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കണം അവരെന്താ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ നമുക്ക് കുട്ടികൾ പറയുന്നത് മനസ്സിലാവും. പക്ഷെ സെക്കൻഡ് ഡേ ചെല്ലുമ്പോഴേക്കും നമ്മളത് മനസ്സിലാക്കി തുടങ്ങും. അത് പറ്റും, അത് നമ്മളെ കൊണ്ട് പറ്റും. നമ്മളുടെ കുഞ്ഞുമക്കള് ആദ്യം പറയണതൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ വീട്ടിലുള്ളവർ പറയില്ലേ, അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളത്. അപ്പൊ നമുക്കത് മനസ്സിലാവും, അവരെന്താ ഉദ്ദേശിക്കുന്നത്, അവരെന്ത് നീഡാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലാകും. നെക്സ്റ്റ് 2 paragraphs, 2 അല്ല 3 paragraphs ആരെങ്കിലും വായിക്കും. The adult has become egocentric എന്നുള്ള ഒരു പാരഗ്രാഫ് തുടങ്ങുന്നില്ലേ, അത് തുടങ്ങി. The adult has become egocentric in relation to the child. Not egoistic, but egocentric. Thus, he considered everything from the standpoint of its reference to himself, and so misunderstands the child. It is this point of view that leads to a consideration of the child as an inert and incapable being for whom everything must be done as a being without. Finally, the adult acts as though he were the child's creator and considers good and evil in the child's actions from the standpoint of relation to himself, and in adopting such an attitude, which unconsciously cancels the child's personality, the adult feels convictions of zeal, love, and sacrifice. Dr. Montessori also felt that adults must aim to receive their individualistic and dictatorial attitudes towards the child and adopt a passive attitude in order to aid in his development. They must approach children with humility and recognize their role as a secondary one. Next paragraph, ma'am. The Yes. adult must recognize that he must take second place, endeavor all he can to understand the child and to support and help him in the development of his life. This should be the aim of a mother and a teacher. If the child's personality it is to be helped to develop, since the child is weaker, the adult with his stronger personality must hold himself in check and taking his lead from the child feel proud if he can understand and follow him. Mute ആണ് ma'am. ഓക്കെ, താങ്ക് യു. ഒരു അഡൾട്ടിനെയും കുട്ടിയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുവാണെങ്കിൽ, അഡൾട്ട് പലപ്പോഴും ഒരു ഈഗോ സെൻട്രിക് എന്നുള്ള രീതിയിലായിരിക്കും. സെൽഫ് ഇൻട്രസ്റ്റഡ് മീൻസ് കുട്ടി ചെയ്യുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അഡൾട്ട് ചെയ്യണമെന്നില്ല, അല്ലെ? ഒരു ടാസ്ക് ചെയ്യുവാണെങ്കിൽ കൂടി എൻഡ് റിസൾട്ട് അതിനെപ്പറ്റി അയാൾ ബോധർ ചെയ്യുന്നുള്ളൂ, ചെയ്യുന്ന പ്രോസസ്സിനെ പറ്റി കാര്യമായ ബോധറേഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും അയാളൊരു സെൽഫ് സീക്കിംഗ്, സെൽഫ് ഇൻട്രസ്റ്റഡ്, അങ്ങനെ ഈഗോയിസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ഈഗോ സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൽഫ് സെന്റേർഡ്, എപ്പോഴും താൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു, ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ കുട്ടി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും ഒരു ടാസ്ക് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും അഡൾട്ടിനെ സംബന്ധിച്ച് ഒരു റെഫറൻസ് ഉണ്ടായിരിക്കും, ഒരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ടായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ.
പിന്നെ കുട്ടികളുടെ രീതി വേറെ ആയിരിക്കും. പലപ്പോഴും ഈ അഡൽട്ടും കുട്ടികളും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, എപ്പോഴും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. കുട്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ഇപ്പൊ പതുക്കെ ആയിരിക്കും ചില കുട്ടികൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോഴേക്കും അഡൽട്ടിന് ദേഷ്യം വരും. കാരണം അഡൽട്ടിനെ സംബന്ധിച്ച് അയാൾ ആ ടാസ്ക് അപ്പൊ ചെയ്യുന്നത് വളരെ സ്പീഡിലായിരിക്കും. അപ്പൊ ഇങ്ങനെ ചെറുപ്പത്തിൽ അയാൾ എങ്ങനെയോ അത് അയാൾ ചിന്തിക്കുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ അങ്ങനെ എപ്പോഴും കുട്ടി ചെയ്യുന്ന കാര്യങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പൊ കുട്ടി എപ്പോഴും ഒരു ഇൻകേപ്പബിൾ ആയിട്ട് ഒന്നിനും കൊള്ളില്ല ആ ഒരു രീതിയിലൊക്കെ അഡൽട്ട് ചിന്തിക്കാം. കാരണം അയാള് അത് നല്ല രീതിയിൽ ചെയ്യുന്നു, കുട്ടി എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ആ ഒരു അയാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും അയാളും ആ ഒരു ഇതിലൂടെ കടന്നു വന്നതാണ്. കാരണം ഈ മക്കൾക്ക് മാർക്ക് കുറയുമ്പോ പാരന്റ്സ് വഴക്ക് പറയുമ്പോ അവര് ചിന്തിക്കുന്നില്ല ഞാൻ എങ്ങനെയായിരുന്നു. ഇപ്പൊ മാർക്ക് ഉണ്ടായിരുന്ന ആളെന്നല്ല, ഇപ്പൊ ആ സമയത്തൊന്നും ഒട്ടും പഠിക്കാതിരുന്ന ഒരു വ്യക്തി അയാള് ഒരുമാതിരി പറയാൻ അയാൾക്ക് പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു റൈറ്റ്സ് ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കാതെയാണ് പലപ്പോഴും അഡൽട്സ് പെരുമാറുന്നത്. കുട്ടി എപ്പോഴും ഇൻകേപ്പബിൾ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളായിട്ടും അങ്ങനെയൊക്കെ വിചാരിക്കും. യെസ് ചെറിയൊരു കാര്യം റിലേറ്റ് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. വളരെ ചെറിയൊരു കാര്യമാണ്. നമ്മളിങ്ങനെ കിച്ചണിൽ കട്ട് ചെയ്യുമല്ലോ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതൊക്കെ. അപ്പോൾ എൻ്റെ മോന് 10 വയസ്സായി, ചെറിയ മോളുണ്ട് ഇപ്പോ 6 വയസ്സാകാൻ പോകുന്നു. അപ്പോൾ മോൻ വന്നിട്ട് ഇങ്ങനെ പറയും എനിക്കും കട്ട് ചെയ്യാൻ തരണം എന്നൊക്കെ പറയും. അപ്പൊ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പറയില്ല, കത്തിയാണ് കൈമുറിയും, വെറുതെ പണിയാക്കേണ്ട, ചോര വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കല. പക്ഷെ ഇപ്പോ മേ ബി കോഴ്സ് എടുത്തതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ പേഴ്സണലി ഒരുപാട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാനങ്ങനെ അടുത്ത് തന്നെ നിന്നിട്ട് അത് ശ്രദ്ധിച്ച് ചെയ്യിപ്പിക്കും. അപ്പൊ അവനും ഭയങ്കര ഹാപ്പിയാണ്. അത് മാം പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് എന്താണ് ആ ഒരു റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. കുട്ടി ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ചെയ്യുമ്പോൾ. അപ്പൊ ഇത് ചെറിയ കുട്ടിയും കൂടെ കാണാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നോമ്പൊക്കെയാണല്ലോ, അപ്പൊ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വന്നിട്ട് ചെറിയ അവൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പീസ് എടുത്തിട്ട് ഉമ്മ ഇത് ഞാൻ കട്ട് ചെയ്യാം, എന്നെ വിട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തുനിന്ന് ചെയ്തപ്പോ അവള് പറഞ്ഞ പോലെ ഒരു ഹിമാലയം എന്താ പറയാ അടക്കി പിടിച്ച പോലെ, ഓക്കെ ഇല്ലമ്മ ഉമ്മ മുറിച്ച പോലെ തന്നെയല്ലേ, ഉമ്മക്ക് ഹാപ്പി ആയോ, ഉമ്മ സന്തോഷമായോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്യുമ്പോ എന്റെ 2 മക്കളും പറയുന്ന കാര്യം, നമ്മൾ കട്ട് ചെയ്യുമ്പോ എത്ര ടൈം എടുക്കുന്ന, ഉമ്മ എന്ത് ഈസി ആയിട്ട് എന്ത് സ്പീഡായിട്ടൊക്കെയാ കട്ട് ചെയ്യുന്നിട്ട് ഭയങ്കര ഒരു ഇതായിട്ടാ പറഞ്ഞത്. അപ്പോ ഞാൻ അവരോട് പറഞ്ഞത് ഉമ്മാന്റെ ഒരു അല്ലെങ്കിൽ ഒരു ഉമ്മ ഈ ഒരു പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായ മക്കളെ കിച്ചണില്, നിങ്ങള് ചെറിയ കുട്ടികളല്ലേ, നിങ്ങളിത് കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഇത്രേ പറ്റുന്നുള്ളൂ, ഉമ്മാക്ക് ഇത്ര പറ്റും, അങ്ങനെയല്ല. മേ ബി നിങ്ങളുടെ പ്രായത്തിൽ ഉമ്മാക്ക് ഇതുപോലും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പ്രൗഡ് ആവല്ലേ വേണ്ടെന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ മാം പറഞ്ഞ പോലെ ഈ ഒരു കോഴ്സിന്റെ ഇമ്പാക്ട് തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റണമെന്നില്ല. യെസ്, വെരി ഗുഡ് നസ്ല. എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. കുട്ടികൾക്ക് എന്ത് ഹാപ്പിനെസ് ആയി കാണും അല്ലേ, അവരത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു അച്ചീവ്മെന്റ് അവരുടെ ലൈഫിൽ കിട്ടിയ ഏതോ വലിയൊരു സംഭവം പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതിന് റിവാർഡിന്റെ ഒന്നും ആവശ്യമില്ല. അവരെ ആ ടാസ്ക് ചെയ്യാൻ ഏൽപ്പിച്ചാൽ മതി. ദാറ്റ് ഇസ് റിവാർഡ്. ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും, ഒന്നും വേണ്ട. അതാണ് മോണ്ടിസോറി മെത്തേഡിൽ റിവാർഡ്സും ഇല്ല പണിഷ്മെന്റും ഇല്ല എന്ന് പറയുന്നത്. അവരെ ആ ടാസ്ക് ആ എൻവയോൺമെന്റിൽ ഫ്രീ ആയിട്ട് അവരുടെ ഇഷ്ടത്തോടെ ചെയ്യാൻ അനുവദിച്ചു കഴിയുമ്പോൾ ദാറ്റ് ഇസ് ആ ഒരു അക്കംപ്ലിഷ്മെന്റ്, ആ നേട്ടമാണ് അവരെ സംബന്ധിച്ച റിവാർഡ്. നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇത് വാങ്ങിച്ചു തരാം, അയ്യോ അത് ഭയങ്കര ഓഫറിംഗ് ആണ്. ചില പേരൻസ് നീ നല്ല കുട്ടിയായിരുന്നു കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചു തരാം. അത് പല പാരന്റ്സും ചെയ്തൊരു മിസ്റ്റേക്ക്. 10th നല്ല മാർക്കിൽ പാസ്സായാൽ മൊബൈൽ വാങ്ങിച്ചു തരാം, +2 നല്ല മാർക്കിൽ പാസ്സായാൽ ഐപാഡ് വാങ്ങിച്ചു തരാം. അത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരുന്നു ഒരു കാലത്ത് പാരന്റ്സ് ചെയ്തിരുന്നത്. അതോടുകൂടെ കുട്ടിയുടെ കാര്യം തീരുമാനമാവും. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് അവിടെ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയി. പിന്നെ നസ്ലയുടെ ഇടപെടലും ആ ഒരു ഇന്റർവെൻഷൻ അത് വളരെ നല്ല തന്നെയായിരുന്നു. പണ്ടത്തെ ഞാൻ നജിലൊരു കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മാം. എന്റെ മോനിപ്പം 4 വയസ്സ് ആവുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ നമ്മുടെ ഫസ്റ്റ് റെക്കോർഡില്ലേ അത് ചെയ്തിരുന്ന സമയമായിരുന്നു. അപ്പൊ നമ്മള് പിക്ചേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കണമായിരുന്നല്ലോ. അപ്പൊ ആദ്യം ഞാൻ കട്ട് ചെയ്യുമ്പോ അവൻ ചോദിക്കും അമ്മ ഞാൻ കട്ട് ചെയ്തോട്ടെ. അപ്പൊ എനിക്ക് കത്രികല്ലേ കൊടുക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു കൊടുത്തു നോക്കാന്ന് വിചാരിച്ചു. കൊടുത്തു. അവൻ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് തന്നു. കറക്റ്റ് ആയ ഒരു ബ്ലൂ കളറാ നടുവിൽ വരുന്നത്. ആ ബ്ലൂ കളർ നോക്കി കട്ട് ചെയ്ത് പിന്നെ അവനാ ഫുള്ള് കട്ട് ചെയ്ത് തന്നു. ഞാൻ ഫുള്ള് ഒട്ടിച്ചു. അങ്ങനെ ചെയ്തേ. ഞാൻ മുന്നേ വിചാരിച്ചു അവൻ സ്കൂളിൽ പോകണം, അവൻ പ്ലേ ക്ലാസ്സിൽ പോകണ്ട, ആ ടൈമിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാവും വിചാരിച്ച് ക്ലാസ് കുറെ നാൾ ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടി ഇരുന്ന് ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് എളുപ്പമായി. അവൻ കട്ട് ചെയ്ത് തരും, ഞാൻ ഒട്ടിക്കും. 4 വയസ്സ് ആവണേ ഉണ്ടായുള്ളൂ. ഇപ്പൊ 4 വയസ്സായി. അന്ന് 4 വയസ്സ് ആവണേ ഉണ്ടായുള്ളൂ.
അതാണ് നമ്മൾ അവർക്ക് അവസരം കൊടുക്കുന്നില്ല, നമ്മൾ ആ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ നിന്നൊന്നും പുറത്തേക്ക് വരുന്നില്ല. എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. അതാണ്. ഓക്കെ, അപ്പൊ എനിക്കിത് കേട്ട ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു അഡൾട്ടിനെ എപ്പോഴും ആ ഒരു മുൻവിധിയോടുകൂടെ നമ്മൾ കാണുന്നു പറയില്ലേ, അഡൾട്ട് കുട്ടികളെ ഒരു മുൻവിധിയോടോ അവനെ കൊണ്ട് അത് പറ്റില്ല. സോ ലൈക്ക് ദാറ്റ് നമ്മളുടെ ഉള്ളിലും അങ്ങനെ ഒരു ഇത്, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയുണ്ട്, അവനത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ളതുണ്ട്. പക്ഷെ വൺസ് അവരത് സ്റ്റാർട്ട് ചെയ്തപ്പോ അവര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം നജ്ലയുടെ കാര്യം പറഞ്ഞ പോലെ അത് ഇത് ഞാൻ ചെയ്തത് ശരിയായില്ലേന്ന് അവരൊന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു ഈഗോ ഒന്നുമില്ല അല്ലെ, വലിയ ആൾക്കാരെ പോലെ വേറൊരാളോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ആ ഒരു ഈഗോ ഇല്ല. നമ്മളീ മെത്തേഡിലൂടെ പോകുമ്പോൾ നമ്മളിലെ ആ ഈഗോ പോകും. ഒരാളോട് സഹായം ചോദിക്കുന്നതിൽ ഒന്നും നമുക്കൊരു മടി തോന്നില്ല. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാനും നമുക്ക് മടി ഉണ്ടാവില്ല. ഈ ക്വാളിറ്റീസ് എല്ലാം നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. ആ ബുദ്ധിമുട്ട്, ആ ബ്ലോക്കിംഗ് എല്ലാം മാറും ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, സോ അപ്പൊ ഇതാണ്. അപ്പൊ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സാധാരണ അഡൾട്ടിനെ പോലെയല്ല, അയാളുടെ ഒരു പ്രായമൊക്കെ ഉണ്ട്. മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും അഡൾട്ട് തന്നെയാണ്. പക്ഷേ അവരെപ്പോഴും കുട്ടികളോട് ആ ഒരു റെസ്പെക്റ്റോട് കൂടി കുട്ടികൾക്ക് ഒരു പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികൾ ആ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. നല്ലൊരു അവരൊരു പേഴ്സൺ ആണ്, അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്, ചോയ്സ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ആ ഒരു രീതിയിൽ തന്നെയാണ്. അതാണ് ഈ വ്യത്യാസം സാധാരണ ഒരു അഡൾട്ടും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും തമ്മിലുള്ള വ്യത്യാസം. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് നിങ്ങൾ എല്ലാവരും പഴയ നിങ്ങളുടെ റൂൾസ് ഉപേക്ഷിച്ച് ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ തന്നെ എൻവിയോൺമെന്റ് മാറ്റുക, നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് വ്യത്യാസം. എന്താ സാധാരണ ഒരു അഡൾട്ടും ഇത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോഴത്തെ ഒരു അഡോളസൻസിന്റെ പല പ്രശ്നങ്ങൾ കാരണം ഇങ്ങനൊരു ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കുറെ ആളുകളുണ്ട് കേട്ടോ, ഗ്രൂപ്പിൽ ഫോം ചെയ്തപ്പോ അതിനകത്ത് വന്നത് എല്ലാ ഒരു കാര്യം, ഇത് കുട്ടികൾക്ക് ലൈഫ് സ്കിൽ ട്രെയിനിങ്, അത് മാത്രമല്ല പാരന്റ്സിനും ടീച്ചേഴ്സിനും ഇങ്ങനെ അപ്ഡേറ്റഡ് ആകുന്ന രീതിയിലുള്ള ട്രെയിനിങ് സെഷൻസ്. കുട്ടികൾ ഈ ലൈഫ് സ്കിൽ ചെയ്യണമെങ്കിൽ പാരന്റ്സിനെ അതിനനുസരിച്ച് നമ്മൾ മോൾഡ് ചെയ്തെടുക്കണം. കാരണം കുട്ടികൾ വീട്ടിൽ ചെയ്യണം, അല്ലാതെ ഒരു ദിവസം ഏതെങ്കിലും ഒരു സ്പേസിൽ വെച്ച് ട്രെയിനിങ് കൊടുത്ത് പറഞ്ഞു വിടുക എന്നുള്ളതല്ല. അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ ടീച്ചർമാരും പാരന്റ്സും ഉണ്ടാകണം. കാരണം കുട്ടി ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന സ്കൂളിലാണ്. അപ്പൊ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി കൂടി. കുട്ടി വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവരെ എന്തെങ്കിലും ചെടി നടാൻ, മുറ്റത്തെ പുല്ല് പറിക്കാൻ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ, പെറ്റിനെ കുളിപ്പിക്കാൻ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആ വീട്ടിൽ ചെയ്യാനുണ്ടോ അതെല്ലാം ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. തുണി വിരിക്കുക, തുണി മടക്കുക, പലതും ചെയ്യിക്കുക. അപ്പൊ ഇവര് ഡിജിറ്റൽ ഇതിൽ നിന്നുള്ള അതിൽ നിന്നൊന്നും മാറി വരും അവര്. അപ്പം ചില കുട്ടികൾ അതിലേക്ക് ആയിട്ടുള്ളവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇച്ചിരി വിഷമമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ഈ മൊബൈലിൽ ഇങ്ങനെ പൂഴ്ന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ ചുരുണ്ടുകൂടി പോകുന്നത്. അപ്പൊ വേറെ ഒന്നിലേക്ക് അവരുടെ ഒരു ഇൻട്രസ്റ്റ് മാറ്റിയെടുക്കുക. ഞാൻ ഇന്റർവെൻഷൻ നടത്തിയിരുന്ന സ്കൂളിലെ കുട്ടികൾ സബ്സ്റ്റൻസ് യൂസ് ഉപയോഗിക്കുമായിരുന്നു. അത് പക്ഷെ കെമിക്കൽസിന്റെ സ്റ്റേജിലേക്ക് പോയില്ല. അതിനു മുമ്പ് അവരെ എന്റെ കയ്യിൽ കിട്ടി. ഇവരുടെ ബാഗിലൊക്കെ കഞ്ചാവൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എടുത്ത് കൈ തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ കഞ്ചാവ്. അപ്പൊ ഈ മണത്തൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ദിവസം എന്റെ കയ്യിലും അത് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഇത് ലഹരി എന്നുള്ളത് ഇതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ടാസ്ക്. അല്ലാതെ ഒരാളെ കൊണ്ടുവന്ന് ഇതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഒരു ക്ലാസ്സും കുട്ടികൾക്ക് കൊടുത്തില്ല. ഞാൻ അവരെ കൊണ്ട് ഇറങ്ങി നേരെ പോയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിലായിരുന്നു. അവിടെ തൊട്ടടുത്തൊരു സ്പെഷ്യൽ സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരുടെ ഫേസിലെ മാറ്റങ്ങൾ കാണണം. നമ്മുടെ ഈ പിള്ളേരുടെ ഇവർക്ക് അങ്ങോട്ട് സങ്കടമാണോ, ആകെക്കൂടി ഇവർക്ക് വല്ലാത്ത അവസ്ഥ. അവരുടെ കാലൊന്നും നീങ്ങുന്നില്ല, വല്ലാത്ത വിഷമം. നമ്മൾ അവിടെ ചെന്നപ്പോ കണ്ടത് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ എന്താ, അവർക്ക് ഇമോഷൻസ് ലോ ആണല്ലോ. അവരിങ്ങനെ കുറെ ആൾക്കാരെ കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര കൗതുകം, അവർ ചിരിക്കുന്നു. അപ്പം ഒരു റൂമിനകത്ത് മ്യൂസിക് ഒക്കെ ഉള്ള റൂമായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ ആ കുട്ടികളെ നോക്കിയിട്ടിരുന്ന കെയർ ടേക്കർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ പാട്ട് കേട്ടാൽ നല്ലപോലെ ഡാൻസ് ചെയ്യും ഈ കുട്ടികള്. അപ്പം അത് കണ്ടപ്പോഴേക്കും നമ്മുടെ പിള്ളേർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ പാട്ടിട്ട് ഇവര് നമ്മളുടെ പിള്ളേരും ആ പിള്ളേരും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി.
സോ അവർക്ക് ഭയങ്കര അവർക്ക് ആ ഉള്ളിൽ വന്ന ആ വിഷമമൊക്കെ അങ്ങ് ഉരുകി അങ്ങ് തീർന്നു. പിള്ളേരുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിളായി. പിന്നെ അവര് രാവിലെ അവിടെ ചെന്നിരുന്ന് ഈ കുട്ടികളുമായിട്ട് ഇരിക്കും. ഇവര് ചെറിയ ചെറിയ കൈത്തൊഴിലുകൾ അവിടെ ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചിങ്, പെയിന്റിങ്, പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഷോ പീസ് പോലത്തെ വുഡ് കൊണ്ടുള്ളത്, പിന്നെ പേപ്പർ ബാഗ്, അതിലൊക്കെ ഇവരുടെ കൂടെ ചേർന്നിരുന്ന് ചെയ്തു. പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഫുട്ബോൾ കളിക്കും. ഈ പിള്ളേർക്ക് നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഫുട്ബോൾ കളിക്കും. അങ്ങനെ കുറേ ദിവസം, ഒരു 10-15 ദിവസം ആ സ്കൂളിൽ ഈ പിള്ളേര് പോയി. അങ്ങനെ അപ്പൊ അവരുടെ ലഹരിയെ നമ്മളൊന്ന് തിരിച്ചു വിട്ടു. അപ്പൊ അന്നത്തെ ആ ദിവസങ്ങളിലൊന്നും ഇവർ ഈ കഞ്ചാവിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവരിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എപ്പോ ഇവിടെ വരണമെന്ന് തോന്നുന്നു നിങ്ങൾ ഇവിടെ ചെല്ലുക, കുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ പഠിപ്പിക്കുക, ഡാൻസ് പഠിപ്പിക്കുക, അവരുമായിട്ട് ഡാൻസ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾക്ക് ഒരു സ്കൂളിൽ ഒരു ചെറിയ ചേഞ്ച് ചെയ്യാൻ പറ്റി. പക്ഷെ അതേസമയം ഇത് എത്രയോ സ്കൂളുകളിലെ കുട്ടികൾ ഇതിന്റെ പിടിയിലായിരിക്കും. ഈ മയക്കുമരുന്നിന്റെ, ചിലര് ഇതിന്റെ വിൽപ്പനയ്ക്ക് നടക്കുന്ന കുട്ടികളുണ്ട്, പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവർ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് ആയിരിക്കില്ല. അവർക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് ആ ഒരു ഏജ് അതാണല്ലോ, ആ ഒരു 15, 16, 17 ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് കുറെ നീഡ്സ് ഉണ്ട്. ആ ഒരു സമയത്ത് അവർ നോക്കുമ്പോൾ അവരുടെ ചില ഫ്രണ്ട്സിന് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് പറ്റാതെ വരുന്നു. ആ ഒരു അഡാപ്റ്റേഷൻ അവരിൽ നടക്കണില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ മാർഗത്തിലൂടെ പെട്ടെന്ന് കാശുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം ഇതിന്റെ ബിസിനസ്സിൽ ഏർപ്പെടുന്നതിന്റെ കാരിയേഴ്സ് ആയിട്ടുള്ള പിള്ളേരും ഉണ്ടായിരുന്നു. ഇവർക്ക് വൺസ് കുറച്ചങ്ങ് കഴിയുമ്പോൾ അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ആ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുമ്പോഴേക്കും ഇവരുടെ നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നവും. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോബ്ലം വരുന്നത്. യെസ്, കൃഷ്ണേന്ദു എന്നെ വിളിച്ചതാണോ? ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമ്മള് ഇവരുടെ ഇൻട്രസ്റ്റ് ഒന്ന് തിരിച്ചു വിട്ടാൽ മതി. ഇവരുടെ ആവശ്യമില്ലാത്ത അമിതമായ ചില താല്പര്യങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇനി അതേസമയം അവർ കുറച്ചു നേരം ഗെയിം ഒക്കെ എന്താ പറയാ, ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില ഗെയിംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു 10 minutes അവരുടെ കൂടെ ഇരുന്ന് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അതങ്ങ് വിടുക. അല്ലാണ്ട് ഒരു കണ്ടിന്യൂസ് ആയി ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം ഒക്കെ വരുന്നത്. കണ്ണ്, ബ്രെയിൻ എല്ലാം പ്രശ്നമാകും. പ്രശ്നമെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? കൃഷ്ണേന്ദു എന്തൊക്കെയോ മെസ്സേജ് അയച്ചു. ടീച്ചറെ, നമുക്കിതിലൊരു റോൾ ആൻഡ് എയിം ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് എഴുതിക്കൂടെ ഒരു ക്വസ്റ്റ്യൻ? എന്തോ എനിക്ക് മനസ്സിലായില്ല. റോൾ ആൻഡ് എയിംസ് ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, അങ്ങനെ ഒന്ന് ക്വസ്റ്റ്യൻ എഴുതാല്ലേ ഇതില്, ഈ ഒരു ടോപ്പിക്കില്? യെസ്, നമുക്ക് താഴെ അത് വരുന്നുണ്ട്, ഒരു പോർഷൻ, ദ റോൾസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ പോയിന്റ്സ് ഉണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി ഒരു അസൈൻമെന്റ് പോലെ സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? അങ്ങനെയല്ല ടീച്ചർ, ഞാന് എഴുതി എടുക്കണ്ട, അപ്പൊ അതിനൊരു ക്വസ്റ്റ്യൻ ഇടണ്ടേന്ന് തോന്നിയതാണ്. ലക്ഷ്മിയാണോ? അതെ. പേര് വേറെ കാണണതേ, അപ്പൊ അതെനിക്ക് ശബ്ദം കേട്ടപ്പോ ലക്ഷ്മിയാന്ന് തോന്നുന്നു. പേരെന്താ ടീച്ചറെ കാണുന്ന? ദിനേശ് കെ. അത് ഹസ്ബൻഡിന്റെ നെയിമാണ്. ഓക്കെ, സോ അപ്പൊ നമ്മള് ഏതാണ് പറഞ്ഞത്, ഇവരുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കി ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്. സോ ഐ തിങ്ക് ടൈമായി. ഞാൻ ഇന്ന് തീരുന്നൊരു പ്രതീക്ഷയായിരുന്നു, പക്ഷേ ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് തീർക്കാം. എനിക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞില്ലേ, എന്തായിരുന്നു അത്? MCQയുടെ ക്വസ്റ്റ്യൻസ് ടീച്ചർ എടുത്താൽ അതൊന്ന് നോക്കിയിട്ട്, സമയം പോലെ നോക്കിയിട്ട് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അത് യൂണിറ്റിന്റെ നമ്പർ ഇട്ടാലും മതി. ഓക്കെ, ദെൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ ആദ്യം പറഞ്ഞില്ലേ, ക്ലാസിന്റെ ഫസ്റ്റ് പറഞ്ഞല്ലോ 4th റെക്കോർഡ് എന്തോ തന്നിട്ട് ചെയ്താൽ മതി, അത് ക്ലാസ് റൂമിൽ അതിന്റെ മോഡൽ ഇട്ടിട്ട് ഞങ്ങൾ എഴുതി തുടങ്ങിയാൽ മതിയോ? 4th അല്ല, ലാസ്റ്റ് അപ്പാരറ്റസ് റെക്കോർഡ്, നിങ്ങളുടെ മോഡ്യൂൾ 3യുടെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള റെക്കോർഡ്, ലാസ്റ്റ് റെക്കോർഡ്. ഓക്കെ. 4th റെക്കോർഡ് തന്നോ? കിഡ്സ് ആക്ടിവിറ്റി തന്നു. റെക്കോർഡ് ഡീറ്റെയിൽസ് ഇനി ഒന്നും തരാനില്ല. അപ്പാരറ്റസ് റെക്കോർഡ് എഴുതാനുള്ളത് ഒന്ന് നോക്കി കോപ്പി ചെയ്താൽ മതി.
അത് ക്ലാസ് റൂമിൽ ഇടാം. 4th കഴിയട്ടെ, പ്രാക്ടിക്കൽസ് തുടങ്ങാറാവുമ്പോഴേക്കും തരാം. അപ്പൊ നിങ്ങൾക്ക് അത് വായിക്കുകയും ചെയ്യാലോ. മെറ്റീരിയൽസ് ഓരോന്നും പറയുമ്പോ പറഞ്ഞ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യും. ജോൺസി ഇല്ലേ ക്ലാസ്സിൽ? പോയോ? ജോൺസി എക്സാം എഴുതിയിട്ടുണ്ടോ? 73-കാരുടെ കൂടെ എഴുതുവാന്നൊക്കെ പറഞ്ഞു. ഇല്ല, ക്ലാസ്സിൽ ഇല്ല. ഓക്കെ എന്നാ സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ വി ക്യാൻ സേ ബൈ. Thank you, miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Have a nice day. Thank you.